and welcome to Comedy Masters. Hi Masters. ചേട്ടാ രമേശ് ചേട്ടാ സ്വാഗതം കോമഡി മാസ്റ്റേഴ്സിലേക്ക്. ഇന്നത്തെ ദിവസത്തിന് ഒരു വളരെയധികം പ്രത്യേകതയുണ്ട്. ഒരു പക്ഷേ അത് രമേശ് ചേട്ടൻ അറിയാൻ സാധ്യതയുണ്ടാകും. ഈ ചോദ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ഭർത്താക്കന്മാർ ടെൻഷൻ അടിക്കുന്ന ഒരു ചോദ്യമാണ്. ഭാര്യ വന്നിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കും. ഭഗവാളൊന്നും മിന്നും പിറന്നാളാണോ വെഡിങ് ആനിവേഴ്സറി ആണോ കൊച്ചിന്റെ പിറന്നാളാണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ കണ്ടുമുട്ടിയതാണോ അയ്യോ അകവാളം മിന്നുന്ന ചോദ്യമാണ്. ഇത് അതുമായിട്ടൊന്നും ബന്ധമില്ല. കത്തുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട്. പോസ്റ്റൽ ഡേ ആണോ? പോസ്റ്റൽ ഡേ ഒക്ടോബർ 9 ആണ്. പോസ്റ്റൽ ഡേ അല്ല, പക്ഷെ നാഷണൽ പോസ്റ്റൽ വർക്കേഴ്സ് ഡേ ആണ്. അപ്പൊ നമുക്ക് ആ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ വർക്കേഴ്സിനും നമ്മളുടെ ആശംസകൾ. 1840-കളിലാണ് ഈ പണി തുടങ്ങിയത്. കത്തെഴുത്തെന്ന് പറയുന്ന ഈ പോസ്റ്റൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ഇവിടുത്തെ കത്ത് അവിടെ കൊണ്ട് കൊടുക്കുക. ആ കാലഘട്ടം 40-കളിൽ അത്രയും വർഷത്തെ പഴക്കമുണ്ട് പോസ്റ്റൽ പരിപാടിക്കും ആ ഡിപ്പാർട്ട്മെന്റിനും. വേഗത്തിൽ ഒരു കഥ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാമുകികൾക്ക് എഴുതിയ കഥ അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ പാടാം. ഞാൻ ആ കാലത്ത് ഏറ്റവും കൂടുതൽ ഈ തൂലിക സൗഹൃദം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പെൻ ഫ്രണ്ട് നമുക്ക് എഴുതിയിട്ട് വെറുതെ കത്ത് അയക്കാൻ തിരിച്ചു വരും, കത്ത് കിട്ടില്ല, അങ്ങനത്തെ പരിപാടികൾ ചെയ്യുമായിരുന്നു. പിന്നെ ആ സമയത്ത് ദൂരദർശനിലെ ചിത്രഗീതം പരിപാടിയിലോട്ട് പാട്ട് എഴുതി അയച്ചിട്ട് നമ്മുടെ പേര് അടുത്ത ആഴ്ച പാട്ട് സെലക്ട് ചെയ്തവരെ പറയുമായിരുന്നു, അതിന് അയക്കുമായിരുന്നു. ഞാൻ ആ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളോ? എന്തായിട്ട്? എന്റെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടല്ലോ. അതായത് ഉദാഹരണത്തിന് ഇദ്ദേഹത്തോട് ഒരു പെൺകുട്ടിക്ക് ഒരു ലവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ബുക്ക് തന്നു വിട്ടിട്ട് ഈ സാധനം അതിനകത്ത് വെച്ചിട്ട് അയാളുടെ ഈ കൊണ്ട് കൊടുക്കാൻ പറയും. സ്കൂളിൽ വായിച്ചു നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? വായിച്ചു തോന്നിട്ട് ഒരു പ്രാവശ്യം നോക്കിയിട്ടുണ്ട്. ഭയങ്കര അത്ഭുതവും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, കൗതുകവും ഒക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കാത്ത മിണ്ടാതെ വന്ന് പഠിച്ചേച്ചു പോകുന്ന പെൺകുട്ടികളുടെ മനസ്സിൽ ഇതൊക്കെയാണല്ലോ ഈശ്വര എന്നുള്ളൊരു സാധനം കിടപ്പുണ്ട്. ഷോക്കായി പോയി. പ്രണയലേഖനത്തിന് ഭയങ്കര പൈങ്കിളി സാഹിത്യത്തിന് വലിയ ബലമുണ്ട്. ചിലർക്ക് അത് കിട്ടത്തില്ല. എനിക്കൊക്കെ നന്നായിട്ട് എഴുതാൻ അറിയാം. നല്ല കയ്യക്ഷരം, അതിനകത്ത് ചില ചെറിയ ചിത്രങ്ങള്, ചില സീക്വൻസ് എന്നൊക്കെ പറഞ്ഞ് തിളങ്ങുന്ന സാധനങ്ങൾ കത്തിന്റെ അങ്ങിങ്ങായിട്ട് ഒട്ടിച്ചത് അലങ്കരിക്കുക, അങ്ങനെയുള്ള മക്കടി പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നു. എന്താണ് റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും വാങ്ങുമോ? ഗിഫ്റ്റൊന്നുമില്ല, തിരിച്ചു കത്തല്ലേ. അല്ല, ഞാൻ നിങ്ങള് പോസ്റ്റൽ വർക്കേഴ്സ് ഡേ ആണോ അതോ പ്രണയത്തിന് കത്ത് ചുമ്മാ നേരിട്ട് സ്റ്റാമ്പ് വേണ്ടാത്ത കത്തുകളെ കത്തിനെ പറ്റി എന്നോട് ചോദിച്ചപ്പോ ഞാൻ എന്റെ ആ വർക്ക് ചെയ്ത കാര്യം ഞാൻ ഓർത്തുപോയി. അത് വളരെ ഒരേപോലെയാണല്ലോ. പോസ്റ്റ് കാർഡ്, ഇൻലൻഡ് കവറ്, ആഹാ ഒരു ബെല്ല് കേൾക്കുന്നുണ്ടല്ലോ. എന്റെ ദൈവമേ, ഞാനിത് എന്നെ ഈ കാണുന്നേ. എനിക്കൊരു ഫോട്ടോ എടുക്കണം. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ, നമ്മള് സാധാരണ. അല്ല, പോസ്റ്റ്മാൻ ആണെന്ന് എനിക്ക് മനസ്സിലായി. പോസ്റ്റ്മാൻ ആണ്. ഞാൻ ഇതുവരെ ഒരു പോസ്റ്റ്മാനെ ഇങ്ങനെ കണ്ടിട്ടില്ല. കൊറേ കുഞ്ഞുങ്ങളിലാണ് കണ്ടതാട്ടോ. എനിക്കൊരു ഫോട്ടോ എന്തായാലും എടുക്കണം. പോസ്റ്റലിന്റെ മലയാളം അറിയോ? പോസ്റ്റലിന്റെയോ? കുറച്ചുകൂടെ ജനകീയമായ ഒരു മലയാളം. ഏകദേശം എന്റെ ഊഹ ശരിയാണെങ്കിൽ അതിന് അഞ്ചൽ എന്ന് പേരുണ്ടായിരുന്നു. എന്നതാ? അഞ്ചൽ. തിരുവനന്തപുരത്ത് കൊണ്ടൊരു അഞ്ചൽ. ഇതല്ല, ഈ പോസ്റ്റ്മാന് സൈക്കിൾ കിട്ടുന്നതിന് മുമ്പ് പുള്ളി നടന്നു കൊടുക്കണം. അതിന് അഞ്ചലോട്ടക്കാരൻ എന്നാ പറഞ്ഞോണ്ടിരുന്നത്. അതെ അതെ, അങ്ങനെ പറയുമായിരുന്നു. അപ്പൊ ഏതായാലും കത്ത് തന്നേക്കാം കോമഡി മാസ്റ്റേഴ്സ് അല്ലേ? നമുക്ക് കത്തുണ്ടോ? നമുക്കല്ലാന്ന് കോമഡി മാസ്റ്റേഴ്സ് മൊത്തത്തിലുള്ള കത്തൊക്കെ എങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടോ? എവിടെ അതേപോലെ പോസ്റ്റ്മാന് പണിയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നിങ്ങൾ എന്നെ കണ്ടിട്ട് ഇപ്പൊ എത്ര നാളായി? പിന്നെ എല്ലാ കുട്ടികളും അങ്ങനെ നമ്മുടെ ഈ പോസ്റ്റ് ഓഫീസും പോസ്റ്റ്മാനൊക്കെ കാണാൻ വേണ്ടി ടൂറിസ്റ്റ് വണ്ടി വിളിച്ചു വന്നിട്ടുണ്ട്, ഈ പോണ പോലെ. അല്ല, ചേട്ടന് ബുദ്ധിമുട്ട് അതാ ഇങ്ങനെ കാര്യങ്ങളും നടക്കുന്നില്ല, പണിയില്ലെന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അതുവഴി നടന്നു പോയപ്പം പോസ്റ്റ് ഓഫീസിനകത്തുനിന്ന് ടപ്പ ടപ്പ ടപ്പാന്ന് സീലടിക്കുന്ന ശബ്ദം കേട്ടല്ലോ. സീലടിച്ചല്ലത്, ഞാൻ മുറുക്കാൻ ചേർക്കണ സ്വഭാവം ഉണ്ട്. വെറുതെ ഇരിക്കല്ലേ. പിന്നെ വല്ല കൂടി വന്ന ബാങ്കിൽ നിന്ന് ഒരു ജപ്തി നോട്ടീസ് വരും, അല്ലെങ്കിൽ വല്ല പണയം വെച്ച രസീത് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കൊടുക്കണം. ഇത്രയൊക്കെ ഉള്ളൂ ലെറ്ററിന്റെ പരിപാടി. എല്ലാരും എബ്രോഡും കാര്യങ്ങളൊക്കെ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരുത്തിന് ലെറ്റർ കൊണ്ടുപോയി. 3 ദിവസം അവന്റെ വീട്ടിൽ കയറി ഇറങ്ങണമെന്നിട്ട് ഇയാൾ ഈ കക്ഷിയെ കാണല്ലേ, ഈ ലെറ്റർ കൊടുക്കണ്ടേ? എന്റെ ജോലിയല്ലേ ഇത്. ഞാൻ പിന്നെ 3 അയൽവക്കാരോട് പറഞ്ഞ ഇവിടുത്തെ താമസിക്കുന്ന പുള്ളിയുടെ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ മേടിച്ച് പുള്ളിയെ വിളിച്ച്. പുള്ളി പറഞ്ഞാൽ ഞാൻ ബോംബെയിലാണ്, ആ എഴുത്ത് പൊട്ടിച്ചിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്തേക്കാൻ. അപ്പൊ കാലത്തിന്റെ വളർച്ചേ ഞാനെന്നാ ഈ എഴുത്തൊന്ന് അയച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞ് ഇത് പൊട്ടിച്ച് വായിച്ച പറയണ അവിടെയും സുഖം ഇവിടെയും സുഖം. പിന്നെ ഇത് അയക്കണ എനിക്കാണ് ആ സുഖം. നമ്മളെ വലിയ ഊരിട്ട് കളഞ്ഞു. പിന്നെ ചെറുപ്പം ഫ്രീക്കന്മാര് പിള്ളേര് ഒരു കിടക്കി. ഇല്ല, അവര് സ്റ്റാമ്പ് ചോദിക്കുമ്പോന്നിട്ട് ഞാൻ സ്റ്റാമ്പ് കൊടുക്കാന്ന് പറഞ്ഞ് പോസ്റ്റ് ഓഫീസിൽ കയറി. ഞാൻ ഉദ്ദേശിച്ച സ്റ്റാമ്പ് ഇതല്ലടാന്ന് പറഞ്ഞ് എന്നെ സ്റ്റാമ്പൊക്കെ ഉണ്ടാവും. ഞാൻ ഈ കത്തുകൾ കണ്ട് അത്ഭുതപ്പെട്ടത് കഴിഞ്ഞൊരു 1.5 കൊല്ലത്തിനകത്ത് ഞാൻ നടൻ കുഞ്ചാക്കോവന്റെ വീട്ടിൽ പോയി. ആ അനിയത്തിപ്രാവ് ഇറങ്ങിക്കഴിഞ്ഞ അയാൾക്ക് വന്ന ആരാധകരുടെ കത്തുകളിൽ ഒരുപാടെണ്ണം പൊട്ടിക്കാത്തതുമില്ല. കാരണം പൊട്ടിച്ച് വായിച്ചാൽ മനുഷ്യായുസ് മുഴുവൻ വേണം വായിച്ചു തരാൻ. അത്രയും കത്തുകൾ അവിശ്വസനീയമാണ്. ഇത് പറഞ്ഞാൽ ആൾക്കാർ തള്ളാന്ന് പറയുക. അത്രയും വലിയൊരു പ്രദേശം മുഴുവൻ കത്തുകൾ ഇപ്പോഴും പുള്ളിയുടെ വീട്ടിലൊരു മൂലയ്ക്ക് പൊട്ടിക്കാത്തത് ഉൾപ്പെടെ കിടപ്പുണ്ട്. ഞാൻ കുറേ എണ്ണം എടുത്ത്
ഇരുന്ന് വായിച്ചു നോക്കിയിട്ടുണ്ട്. അത്രയും കത്തുകൾ ആ സമയത്ത് ഒരാൾക്ക് കിട്ടുന്ന കാലമായിരുന്നു. അത് ഞാനാ കൊണ്ട കൊടുത്ത കൂടുതലും. ഞാനായിരുന്നു അന്നത്തെ അവിടുത്തെ. ആലപ്പുഴ നിങ്ങളുണ്ടായിരുന്നോ? ഞാൻ ആലപ്പുഴയായിരുന്നു പോസ്റ്റ്മാനാ. കത്ത് കൊടുത്തില്ലെന്ന് വേണ്ട, ഞാൻ പൊക്കോട്ടെ എന്നാ. അല്ലല്ല, വായിച്ചിട്ട് പോയാൽ മതി. എടുത്തു തരിക. ക്ലൈമാക്സ് ഞങ്ങളുടെ തലയെ വെച്ചിട്ട് ആരും പോകണ്ട, കൊണ്ടുവന്നവര് തന്നെ തീർത്തിട്ട് പോയാൽ മതി. അയ്യോ, ഇത് മലയാളത്തിലോ? മലയാളം അറിയില്ല. ഭയങ്കര സന്തോഷം. എത്രയും പ്രിയപ്പെട്ട കോമഡി മാസ്റ്റേഴ്സ് ടീമിന് നിങ്ങളുടെ പരിപാടി സൂപ്പറാണ്. പക്ഷേ അക്രു ചേട്ടനും ടീമും അടിപൊളി ആകുന്നുണ്ട്. സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് വരുന്നവരും അടിപൊളിയാണ്. നിങ്ങളുടെ സ്കിറ്റുകളും ഇടയ്ക്ക് വരുന്ന ക്യാരക്ടറുകളും ഒക്കെ അടിപൊളി ആകുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിലെ ആങ്കർ അലീന പടിക്കലിനെ കുറിച്ചാണ്. അത്ര മനോഹരമായാണ് ആ കുട്ടി ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. കുട്ടിയോ? അപ്പൊ 85 രംഗണ്ട് അയച്ച കത്താൻ തോന്നുന്നു. പറയാൻ വാക്കുകളില്ല. പറയണ്ട, എഴുതിയ പോരാ. എലീനയുടെ നിഷ്കളങ്കമായ ആ ചിരിയും അവതരണ ശൈലിയും മറ്റു ആങ്കർമാരിൽ നിന്നും വ്യത്യസ്തമാക്കൂ. എലീന സൂപ്പർ 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 അടിപൊളി. ഒരു കാരണവശാൽ ഈ ചാനലിൽ നിന്ന് പറഞ്ഞു വിടരുത്, പോയാൽ ഈ പരിപാടിക്ക് കോട്ടം തട്ടു എന്നൊക്കെ എന്ന് എലീനയുടെ മാത്രം ആരാധകൻ. അയ്യോ, എനിക്ക് തോന്നുന്നു എന്റെ ലൈഫില് കൊറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഇങ്ങനെ ഒരു ലെറ്റർ കിട്ടുന്നത്. ഇത് പിന്നാന്ന് രാവിലെ കൊണ്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോഴല്ലേ പോസ്റ്റ് ഓഫീസിന്റെ പിന്നാന്ന് രാവിലെ ഞാൻ പോസ്റ്റ് ഓഫീസിൽ ഡ്യൂട്ടി ചെയ്തോണ്ടിരിക്കുമ്പോഴല്ലേ നിങ്ങൾ കൊണ്ട് വാതിക്ക വണ്ടി നിർത്തി കത്തി. ആര് മിനിങ്ങ? ഞാനോ? ഞാൻ ഇവിടുത്തെ കാര്യമൊന്നുമല്ലോ, ഞാൻ ആകെ വരുന്ന ഷൂട്ടിന് വേണ്ടി മാത്രമാണ്. പിന്നെ ഇങ്ങനെ മിനിങ്ങാന്ന് ഞാൻ വന്നിട്ട് അവിടെ ചെയ്യുന്നത് ഞാൻ കണ്ട കേട്ടോ. ഇങ്ങനെ തന്നെ. ഞാനോ? ചേട്ടൻ മാറിപ്പോയത് കാര്യത്തിന് ഇതൊക്കെ. അല്ല, ഞാൻ കാര്യം പറയട്ടെ, ഞാനല്ലത് ചെയ്തത്. കണ്ട് എന്തിനാണ് കുട്ടി? അല്ല മിസ്റ്റർ, നിങ്ങൾക്ക് മാറിപ്പോയതാണ്. എലിന ഒരബദ്ധാർക്കും മറ്റു സാരയില്ലെന്നേ എന്ന് ഞാൻ കാണി. സ്ഥിരം പരിപാടിയാന്ന് ഇത്. ഞാൻ മിക്കവാറും കാണുന്നുണ്ട്. ഞാൻ പിന്നെ കീർക്കണ ആണല്ലേ. പിന്നെ വെറുതെ പോസ്റ്റ്മാൻ. അതിൽ എഴുതാത്ത ഒരു വരി അയാൾ വായിച്ചിട്ടുണ്ട്. ഞാനോ? അതിൽ അലീന എഴുതാത്ത ഒരൊറ്റ വരി മാത്രം പുള്ളി കയറി വായിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? ക്യാരക്ടർ എൻട്രികൾ നന്നാവുന്നുണ്ട്. ഇതൊക്കെയല്ലേ ആരായി എഴുതി വിടുന്നത്? ഓരോ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ ഒക്കെ കളികൾ. പക്ഷെ ജഡ്ജസ് നന്നായി എന്ന് പറഞ്ഞതിന് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. വീടല്ലേ കറക്റ്റ് വേണേ. ചേട്ടാ, സത്യമായിട്ട് ഞാൻ എഴുതിയല്ലെന്നീ. അത് കുഴപ്പമില്ല. നമ്മള് ഇപ്പൊ സ്കിറ്റിന് വേണ്ടിയിട്ടാണേലും അല്ലാതെ ആണേലും നമ്മൾ എഴുതുക എന്ന് പറയുന്ന ഹാബിറ്റ് ഉണ്ടല്ലോ, അത് നല്ലോണം കുറഞ്ഞു പോയിട്ടുണ്ട് പഠിക്കുന്ന പിള്ളേർ കഴിഞ്ഞാല്. പക്ഷെ എഴുത്ത് കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കിട്ടാനും നമുക്ക് ഓർമ്മ കിട്ടാനും വൊക്കാബുലറി കിട്ടാനും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബ്രെയിനിൽ സ്പേസ് കിട്ടാനും. നമ്മൾ എഴുതി മാറ്റിയാല് ഈ സ്കൂളില് നമ്മൾ കൊടുക്കൂലേ കത്തെഴുതുക, അല്ലെങ്കിൽ ടീച്ചറിന് ഒരു കത്തെഴുതുക. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഈ കത്തെഴുതുന്ന വിഷയം ഇതുപോലെ ടീച്ചർ പറഞ്ഞു. അപ്പൊ ടീച്ചർ പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾക്ക് തന്ന വിഷയം ഗുരുഭക്തി എന്ന് പറയുന്ന വിഷയമാണ്. ഒരുത്തം മാത്രം എഴുതിയതിനകത്ത് ഞങ്ങളുടെ സാറിന്റെ ഭാര്യനെ പറ്റി എഴുതിയേക്കുക. ഭാര്യ നല്ല സ്ത്രീയാണ്, അവര് ഞങ്ങൾക്ക് ഇടയ്ക്ക് ഞങ്ങൾ ഒരിക്കൽ വീട്ടിൽ പോയപ്പോ ചായ തന്നിട്ടുണ്ടെന്നോ. ഇയാള് സാറിന്റെ ഭാര്യനെ പറ്റി മോശമല്ല, പയ്യൻ ചെറിയ കുട്ടിയാണ്, വേറെ വർണ്ണനകളൊന്നുമില്ല. പക്ഷെ ഇവൻ ആവശ്യത്തിൽ കൂടുതൽ സാറിന്റെ ഭാര്യനെ ബൂസ്റ്റ് ചെയ്ത് എഴുതിയേക്കും. അപ്പൊ ടീച്ചർ ഇവനെ പിടിച്ച്, നിങ്ങൾ എന്താണ് സാർ ഇങ്ങനെ എഴുതി വെച്ചപ്പോഴാണ് പറഞ്ഞത് ഗുരുഭക്തി എന്ന് പറഞ്ഞത്. ഇവൻ കേട്ടത് ഗുരുപത്നി എന്നാ. വാക്ക് തെറ്റി കേട്ടിട്ട് ഇരുന്നങ്ങ് തള്ളിയേക്കോ സാറിന്റെ ഭാര്യ. വേറെ സാധനോടുണ്ട്, ഗുരുവിന് ഏറ്റവും കൂടുതൽ ഭക്തിയുള്ളത് പുള്ളിയുടെ ഭാര്യയോടാണ്. അങ്ങനെ എഴുതിയേക്കാം. പറഞ്ഞാ കേൾക്കുന്നത്. ഞാൻ പലപ്പോഴും കഥകൾ പറയുമല്ലോ, പുതിയ ആൾക്കാർ തള്ള് ഉണ്ടാക്കിയ കഥകൾ എന്നൊക്കെ പറയും. കുറച്ച് ഗ്രേവി അത് ചേർക്കുന്നുണ്ടല്ലോ. ശരിക്കും ഇതെല്ലാം ഒരു ചെറുതായിട്ടെങ്കിലും നടന്നതല്ലെങ്കിൽ നമുക്ക് ഇത്ര ഓർത്തു വെക്കാൻ പറ്റും. ഞാൻ കഥകൾ കാണാപ്പാടം പഠിച്ച് പറയാൻ തുടങ്ങിയാൽ എനിക്ക് ഇത്രയും കാലം ഇത്രയും സംഭവങ്ങൾ പറയാൻ പറ്റില്ല. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. 95 മുതൽ ഇന്നലെ വരെ ഞാൻ ഡയറി എഴുതുന്നുണ്ട്. ഇത്രയും കേട്ട് 95 മുതൽ എല്ലാ കൊല്ലത്തെയും ഡയറികളുണ്ട്. ഇടയ്ക്കിടത്ത് വായിച്ചു നോക്കിയാൽ അതിനകത്ത് ഓരോ 2 ദിവസം 3 ദിവസം മുമ്പ് നടന്ന ഇത്തരത്തിലുള്ള കഥകൾ കാര്യങ്ങൾ മുഴുവൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എഴുതിയത് കൊണ്ടാണ് ഇത്രയും കഥ നമുക്ക് ഓർമ്മ വരുന്നത്. അത് പറയുമ്പം ചില ആൾക്കാർ വിചാരിക്കും ഇവൻ ഇത്രയും നാൾ എവിടെ ജീവിച്ചു, ഇവൻ എങ്ങനെ ഇത്ര കഥ കിട്ടി, ഇത്രയും തള്ളുന്നെന്ന് പറയുന്നില്ല. അത് എഴുതി വെച്ചത് കൊണ്ടും അത് ഇടയ്ക്കെടുത്ത് വായിക്കുന്നത് കൊണ്ടും എനിക്ക് ഇങ്ങനെ ഓർമ്മ കിട്ടും. അത്രയും ഡയറികളും എന്റെ കയ്യിലുണ്ട്. ഡയറി എഴുതോ? നിങ്ങൾ ആരും എഴുതോ? ഡയറി കുറെ 4-5 കിട്ടാറുണ്ട്, പക്ഷെ എഴുതാറില്ല. നമ്മുടെ ഒരു കുറച്ച് നാള് മുമ്പുള്ള 20 കൊല്ലം മുമ്പൊക്കെ ഉള്ളത് വായിച്ചാലുണ്ടല്ലോ, ചിരിച്ച് 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 നമ്മളൊരു വന്ന വഴിയുണ്ടല്ലോ, നമ്മുടെ ഒരു പരിണാമം ഉണ്ടല്ലോ,
ചില ഡേറ്റുകൾ, ഈ ഡേറ്റിൽ അന്ന് എന്തായിരുന്നു ചെയ്തതെന്നൊക്കെ വായിക്കുമ്പം ചിരിച്ചു നെഞ്ചുവേനെടുക്കും. അത്ര ഗംഭീരമാണ്. പക്ഷെ ഇപ്പൊ എല്ലാരും പറയുന്നത് ഒരു ഫോട്ടോ മെമ്മറി ആയിട്ട് വെക്കുന്നു. അത് നമ്മളെ പിന്നീട് ഫോൺ തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. 5 years ago you were this. അപ്പൊ പോസ്റ്റ് ചെയ്താലാണോ ഇത് അങ്ങനെ? അതിനപ്പുറം നമുക്ക് ഫോട്ടോയ്ക്ക് അപ്പുറമുള്ള ഒരു ലോകം, മാനസികമായ കണക്ഷൻ കിട്ടുന്ന ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകുന്ന ഡയറിയിൽ എഴുതിയാല് എന്റെ സഹോദരന്മാര് വായിക്കും എന്നുള്ള പേടി കൊണ്ട് തിയേറ്ററിൽ ഇന്ന സിനിമ എന്ന് എഴുതിയിട്ടുണ്ട്, അത് കണ്ടു എന്നതിന്റെ അർത്ഥം. ഇന്ന ജംഗ്ഷനിൽ ഇന്ന പെൺകുട്ടി കണ്ടു എന്നാണ് അതിന്റെ അർത്ഥം. കൊള്ളാം. രസകരമായ ഒരുപാട് നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോ പോയത്. എനിവേസ് പ്രേക്ഷകരോട് ഇത് പറയാനുള്ളൂ. അതായത് ഇപ്പൊ വളർന്നു വരുന്ന പിള്ളേരാണെങ്കിലും സ്റ്റാർട്ട് റൈറ്റിംഗ് സംതിങ് അല്ലെ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങളുടെ ഒരു ദിവസത്തെ പറ്റിയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പീസ് ഓഫ് പേപ്പറിൽ എഴുതുക, അതൊരു ശീലമാക്കുക. അതുപോലെ തന്നെ പറ്റാവുന്നത്രയും നമ്മൾ വായിക്കുക, വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈശ്വരന്റെ സൃഷ്ടിയിൽ അഴകെഴുന്നതത്രയും ഇവിടെയൊന്നു ചേർന്നലിഞ്ഞതോ, സ്വർഗം താണിറങ്ങി വന്നതോ. അങ്ങനെ എന്റെ സൃഷ്ടി പൂർത്തിയായിരിക്കുന്നു. അപ്പൊ വരച്ചു കഴിഞ്ഞു എന്നെ എവിടെ ഒന്ന് നോക്കട്ടെ, എനിക്ക് കാണാൻ കൊതിയായി. ഞാൻ കണ്ണടച്ചു പിടിച്ചേക്കാണേ. അടച്ചു പിടിച്ചോ. തുറന്നോളൂ, നോക്കട്ടെ. നോക്കിക്കോ. ഇതാരാ പറയുമ്പോൾ ഇതാരാ? ഇത് നിങ്ങളുടെ പഴയ കാമുകിയല്ലേ? എന്റെ മനസ്സിൽ പതിഞ്ഞത് എന്റെ ക്യാൻവാസിൽ പകർത്താൻ പറ്റൂ എനിക്ക്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവളാണല്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെ? നീ എന്റെ മനസ്സിൽ പതിയണ്ടേ? കാണിച്ചു തരാം. നിങ്ങളുടെ വര ഇന്നത്തോടെ ഞാൻ നിർത്തും. എന്റെ പെയിന്റ് തൊടരുത്. എന്റെ പെയിന്റ് തൊടാതെ ക്ഷമിക്കും, പക്ഷെ എന്റെ പെയിന്റ് തൊടാതെ ക്ഷമിക്കില്ല. ആണല്ലേ? കാണിച്ചു തരാം ഞാൻ. ഇന്നത്തോടെ നിങ്ങളുടെ വര ഞാൻ നിർത്തും. എന്റെ പെയിന്റ് എന്റെ മുടിക്ക് മുടിയിൽ വിട്. എന്റെ പെയിന്റ് എടുത്തത് കള്ള എന്നെ ഏറെ എടുത്തെറിഞ്ഞല്ലേ? അതന്നെ, പ്ലാസ്റ്റിക് ട്യൂബായ നമ്മുടെ ഭാഗ്യം. വല്ല ചെല്ലുകുപ്പിയായിരുന്നു നമ്മളിപ്പോ പേസ്റ്റ് ആയി പോയേനെ. പേസ്റ്റ് അല്ലേ? എന്നടാ നിന്റെ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ പറയാണേ കറുപ്പ് ഇഷ്ടമല്ലെന്ന്. അത് കാരണം ഒരു വിഷമം. എടാ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാട്യശാസ്ത്രത്തിൽ ഭരതൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം എന്താ പറഞ്ഞത്. എന്താ പറഞ്ഞു? മകൻ സിദ്ധാർത്ഥനെ വെച്ച് സിനിമ പഠിക്കണമെന്നല്ലേ? എന്നെ അതിൽ നിന്ന് കണ്ടു നോക്കിയടാ. വെളുപ്പെന്ന് പറഞ്ഞ ഒരു പ്രത്യേക അഴകാണ്, ഒരു ഐശ്വര്യമാണ്. വെളുപ്പെന്ന് പറഞ്ഞ ഒരു സന്തോഷത്തിന്റെ പ്രതീകമാണല്ലേ? ഒന്നുമില്ല. പിന്നെ കറുപ്പാണ് സൂപ്പർ. കറുപ്പിന് 7 അടങ്ങ് കേട്ടിട്ടില്ലേ? വെളുപ്പാണ് നല്ലത്. വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി പൊലിക്കവേ. നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ. ബഹളം ഇവിടെ ആവശ്യമില്ലാത്ത ബഹളം. എന്റെ പൊന്നണ്ണ, ഈ പെണ്ണും പിള്ളേടുത്ത് എന്നെ ഒറ്റ എറിഞ്ഞാക്കണ്ടല്ലോ. ആ പാറ ചെന്ന് തലയടിച്ചെണ്ണ. എന്നിട്ട് നിന്റെ ദേഹത്തോട് ചോരയൊന്നും വരുന്നില്ലല്ലോ. ചോരയൊക്കെ വരുന്നു, ചോപ്പായിട്ട് കാണാത്തതാ. ഇവരിച്ചിരി കുന്തളിപ്പുണ്ടല്ലേ? കുറെ അഹങ്കാരം കൂടുതൽ. അഹങ്കാരമല്ല, അവനൊരിച്ചിരി ഉണ്ട്. സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇപ്പം ഭരണം ഞങ്ങളെ കള്ളറല്ലേ. ഒരായിട്ട് ഇപ്പൊ മഴയുടെ സമയമാണ്. എല്ലാ ജില്ലകളിലും റെഡ് അലേർട്ട്. അപ്പൊ ചോപ്പായ ഞാനല്ലേ ടോപ്പ്? ചോപ്പല്ല, വെളുപ്പായ ഞാനാണ് ടോപ്പ്. കറുപ്പായ ഞാനാണ് ടോപ്പ്. വെളുപ്പായ ഞാനാണ് ടോപ്പ്. ബ്ലാക്കും കളറാണ്, വൈറ്റും കളറാണ്. പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV കളറല്ലല്ലോ. എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാലും വെളുപ്പാണ് കളറ്. എന്തൊക്കെ പറഞ്ഞാലും കറുപ്പാണ് കളർ. എന്നാ കറുപ്പ് എത്ര കളറാന്ന് പറയാൻ കാരണം? അതെ, മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു സിനിമയുടെ പേര് ഞാനാ. ഏത്? ബ്ലാക്ക്. ഒന്ന് പോയെന്റെ കറുപ്പേ. അങ്ങനെയാണ് മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടന്റെ ഒരു പടം എന്റെ പേരില്ല. അതേതാ? വെള്ളാനുകളുടെ നാട്. അങ്ങനെയാണെങ്കിൽ ആരാ അഭിനയിച്ചതായിരിക്കും. പക്ഷെ എന്റെ വലിയൊരു സിനിമ ഉണ്ട്, ചുമന്ന പൂക്കൾ. എനിക്കറിയാം. ഗോപു മോനെ വരൂ. ഞാനാ ടോപ്പ്. കറുപ്പായ ഞാനാ ടോപ്പ്. വെളുപ്പായ ഞാനാണ് ടോപ്പ്. നിർത്ത്. നീ രണ്ടും കൂടെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത്. നീ ഓടി കൗണ്ട് ചെയ്ത് നിന്റെ മൂക്കിൽ ഇറങ്ങിയോ? എന്നെ കൊണ്ട് പറ്റത്തില്ലേ? നിങ്ങളെന്താ എന്റെ മൂക്കിനകത്ത് ഇറങ്ങി വരുന്നത്? ഓം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ നിന്റെ മൂക്കാമട്ട് ഇടിച്ചു പൊട്ടിക്കും. അപ്പൊ മൂക്കിൽ നിന്ന് ചോര വരും. അതിന്റെ കള്ളറി ഞാനല്ലേ. ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും അവധി കൊടുക്കാൻ വേണ്ടിട്ട്
ഞാനുണ്ട് കലണ്ടറിൽ ചുമപ്പ് ആണ്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ ഒരു റെസ്റ്റും ഇല്ല. അതിന്റെ നിനക്ക് റെസ്റ്റ് ഇല്ലാത്ത 10:30 മണിയാകുമ്പോ എനിക്ക് സെക്രട്ടേറിയറ്റിലോട്ട് പോകണം. നീ എന്തിനാ സെക്രട്ടേറിയറ്റിലോട്ട് പോണേ? അവിടെ ഏതോ ഒരു പാർട്ടിയുടെ പ്രകടനമുണ്ട്. ഈ പ്രകടനം നടക്കുമ്പോ അറിയാമല്ലോ വാടിയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഏവന്റെയൊക്കെ എവിടെ കൂടെ ഒക്കെ ഞാൻ ചീറ്റിത്തെറിച്ചിറങ്ങണമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. വെളുപ്പിട്ടാണ് അവിടെ ആൾക്കാർ വരുന്നത്. വെളുപ്പാണ് ഏറ്റവും നല്ല കളറ്. കറുപ്പാണ് ഏറ്റവും നല്ല കളറ്. ചോപ്പാണെന്ന്. വെളുപ്പമല്ല, ചോപ്പമല്ല, കറുപ്പമല്ല, നീലയാണ് ഏറ്റവും കിടില കളറ്. അയ്യോ നീല വരുന്നത് ഇവരെക്കാരനോ രാവിലെ ഉറക്കം എഴുന്നേക്കാൻ താമസിക്കുന്നത്. എനിക്കാണ് ഈ ബ്ലൂ കാണുന്നത് അവശതയാ. ഇവൻ കാരണം ഞാൻ ബ്ലൂടൂത്ത് പോലും ഓണാക്കത്തില്ല. നിങ്ങൾ ആരുമല്ല ലോകത്തിലെ മഹത്തായ കളറ്. ലോകത്തിലെ മഹത്തായ കളറ് നീലയാണ്. ചോപ്പാണ്. വെള്ളയാണ്. അല്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ പ്രപഞ്ചം തന്നെ നീലയിൽ അധിഷ്ഠിതമാണ്. ഈ ശൂന്യാകാശം നോക്കൂ, നീല. ഈ ആഴക്കടലുകൾ നോക്കൂ, നീല. പിന്നെ നിലക്കടൽ നോക്കൂ. നിലക്കടലയോ? അല്ല, നീലക്കടൽ നോക്കൂ. നീലക്കടലിനുള്ളിൽ കിടക്കുന്ന ജീവി, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണെന്ന് അറിയാമോ? നീലത്തിമിംഗലം. അതൊക്കെ ചുരുക്കമായ കാര്യങ്ങളുള്ളൂ. പക്ഷെ ഏറ്റവും വലിയ കളറ് ചുമപ്പ് തന്നെയാണ്. വെളുപ്പാണ്. കറുപ്പിലല്ല കുഴപ്പമാണോ? പക്ഷേ ഈ നീലയുടെ പേരിലെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നുമല്ല, ഓസ്കാർ കിട്ടിയ പടമാണ്. അവതാർ മൊത്തം നീലമയമാണ്. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു. നമ്മളെ ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ എവിടെ? നമ്മൾ ഇതുവരെ വന്നിട്ട് വല്ലതും തിരക്കിയോ? നീല വന്നപ്പോ കണ്ടോ പെണ്ണുങ്ങളെ തിരക്കുന്നത്? അവന്റെ കള്ളന്റെ പണി അവൻ തുടങ്ങി. പച്ചപ്പനന്ദത്തെ പുന്നാരപ്പൂമുത്തി ആഹാ എന്താ പ്രശ്നം? നമ്മളൊരു തർക്കത്തിലായിരുന്നു. നീലയല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ നിറം? ചുമപ്പാണ് ഏറ്റവും ടോപ്പ് കളറ്. വെളുപ്പല്ലേ ഏറ്റവും ടോപ്പ് കളറ്? കറുപ്പല്ലേ നല്ല കളറ്? അല്ല, പച്ചയാണ് ഏറ്റവും നല്ല കളറ്. നമ്മുടെ പുളുത്തോ പച്ചയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ പറയുന്നത് എന്താ? ഹരിത സുന്ദര കേരളം. അപ്പൊ പച്ചയല്ലേ നല്ലത്? നമ്മുടെ മനുഷ്യന്മാര് കഴിക്കുന്ന ആഹാരം എന്താ? പച്ചക്കറി, പച്ചമീന്, പച്ചവെള്ളം. ഇതെല്ലാം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് പാചകം ചെയ്ത് നന്നായില്ലെങ്കിലോ പച്ചത്തെറി. അവിടെയല്ലേ പച്ച. അപ്പൊ പച്ചക്കല്ലേ മുൻഗണന. അല്ലല്ല, ചുവപ്പിന് തന്നെ. വെളുപ്പിന് തന്നെയാ. നീലക്കാണ് കറുപ്പിന് തന്നെ. അല്ല, 1-ാം തീയതി നിങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്റെ പേരാ. അങ്ങനെ തോണ്ട നിൽക്കേണ്ട ഒരുത്തം പച്ചയ്ക്കെന്ന്. അതൊക്കെ പണ്ട്. ഇപ്പൊ ബ്ലാക്ക് കിട്ടും. ബ്ലാക്ക്. എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എന്താ? വാട്സപ്പ്. വാട്സപ്പിന്റെ എംബ്ലത്തിന്റെ കളർ എന്താ? പച്ച. വാട്സപ്പിന്റെ എംബ്ലത്തിന്റെ കളർ പച്ചയായിരിക്കും. പക്ഷെ വാട്സപ്പിന് ഒരു മെസ്സേജ് വായിക്കണമെങ്കിൽ ബ്ലൂടിക്ക് വീഴണം. ഈ ബ്ലൂടിക്ക് വീഴുന്ന മെസ്സേജ് ഭാര്യ കണ്ടിട്ട് ഭർത്താവുമായിട്ട് ഒരു അടിയുണ്ട്. അപ്പോഴും ഞാൻ അവിടെ ഇറങ്ങി വരിക, മൂക്കിൽ കൂടെ ചുമപ്പ് ചോര. ചോപ്പൊന്നല്ല വിളിക്കാനുള്ളത്, പിന്നെ ദുരന്തൻ എന്ന് വിളിക്കണം. ചോപ്പാണ് ഏറ്റവും ടോപ്പ് കളർ. പച്ച, നീല, കറുപ്പ്, വെളുപ്പ്, കറുപ്പ്, വെളുപ്പ്, പച്ച, വെളുപ്പ്, പച്ച. വെളുപ്പ്. നിങ്ങൾ ആരുമല്ല ഏറ്റവും നല്ല കളറ്. പിന്നെ മഞ്ഞക്കുഞ്ഞിക്കാറുള്ള ചക്കിപ്പൂച്ചയ്ക്ക് ചക്കര തിന്നാനുള്ളി മോഹമുദിച്ചല്ലോ. പമ്മി പമ്മി പാഞ്ഞിട്ടും പാവം നിന്നിട്ടും ഇത്തിരിയോളം ചക്കര കിട്ടിയില്ല. എന്താണ് ഇവിടെ ഒരു ബഹളം? അതെ, ഞങ്ങൾ ചെറിയൊരു തർക്കത്തിലായിരുന്നു. എന്ത്? ഞാൻ പറഞ്ഞു കുറുപ്പാണ് നല്ല കളറെന്ന്. കുറുപ്പോ? കറുപ്പാണ് നല്ല കളറെന്ന്. പിന്നെ നിങ്ങൾ എല്ലാരും വന്നൊരു കാര്യം പറയാനുണ്ടോ? അതെ, ആ ചിത്രകാരന്റെ പെണ്ണുമ്പുള്ളില്ലേ, അവൾ ആളത്ര ശരിയൊന്നും അല്ല. ഓ, അവള് വന്നപ്പോഴേ തുടങ്ങി അവിടെ മഞ്ഞപ്പത്രം. അല്ല, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിരുന്നാലേ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. കറക്റ്റ് ആണ്. കാരണം എല്ലായിടത്തും ഇപ്പൊ മഞ്ഞപ്പിത്ത ഇവളാ നിറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്നെ കളിയാക്കിയൊന്നും വേണ്ട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളർ എന്തുവാ? മഞ്ഞ. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കളർ എന്തുവാ? മഞ്ഞ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫുട്ബോൾ ടീം ബ്രസീലിന്റെ കളർ എന്തുവാ? മഞ്ഞ. അതൊക്കെ പോട്ടെ, എന്റെ പേരിൽ ഒരു സിനിമ തന്നെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ്. കൺമണി കൺപോട് കാതളന്റെ കടമടയെ കൺമണി എൻ പൊന്മണി നീ ഒരു കവിത പാടണി, കവിത പാടണി, കവിത പാടണി.
നിറം വെള്ളയാണെങ്കിലും സ്വഭാവം നീലടാന്നല്ലോ. നിങ്ങൾ അങ്ങനെ കൂടുതൽ ആക്ഷേപിക്കണ്ട. എന്തെന്ന് ഇപ്പൊ കണ്ടു എന്ത് പറഞ്ഞാലും ചേട്ടന് ചോപ്പാണ് ടോപ്പ്, നീലയാണ് ടോപ്പ്, പച്ചയാണ് ടോപ്പ്, വെളുപ്പാണ് ടോപ്പ്. ആരുമല്ല, മഞ്ഞയാണ് ടോപ്പ്. കറുപ്പാണ് നല്ലത്. മഞ്ഞ. ആ പടം വരയ്ക്കുന്ന ആളിപ്പോ ഇറങ്ങി വരും. വരുമ്പോ അയാൾ ഏത് കളറാണോ ആദ്യം എടുക്കുന്നത് അതാണ് ടോപ്പ്. ഓക്കെ അല്ലേ? അത് പിന്നെ നീലയിലെ എടുക്കും. അത് ചോപ്പ് നീ പോലെ നമുക്കറിയാലോ. പുള്ളി വെളുപ്പ് വെളുപ്പ് പച്ച, മഞ്ഞ. വെളുപ്പ് വെളുപ്പ് മഞ്ഞ. കറുപ്പ് മഞ്ഞ. വെളുപ്പ് മഞ്ഞ. ചോപ്പറ മഞ്ഞ. 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 വെളുപ്പ് മഞ്ഞ. 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 വെളുപ്പ് മഞ്ഞ. പച്ച. മഞ്ഞ. പച്ച. 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 മഞ്ഞ. മഞ്ഞ. വെളുപ്പ് വെളുപ്പ് മഞ്ഞ. പച്ച. പച്ച. മഞ്ഞ. മഞ്ഞ. പച്ച. 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 മഞ്ഞ. മഞ്ഞ. പച്ച. പച്ച. അയ്യോ അണ്ണാ എന്റെ പൊന്നോ. ഇതെന്തോന്ന്? ഒന്നും മനസ്സിലായില്ല. അയ്യോ നിങ്ങളങ്ങനെ പറയരുത്. അയാള് ഭയങ്കര പടം വരയ്ക്കുന്ന ആളാണ്. അയാൾക്ക് ചിത്രകലയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏത് ചിത്രകഥയ്ക്ക്? ചിത്രകഥയല്ല, ചിത്രകല. അത് എനിക്കിത് കണ്ടിട്ടൊന്നും മനസ്സിലായില്ലല്ലോ. ആണോ? സംഘാടകർക്കൊന്നും മനസ്സിലായില്ല, അതുകൊണ്ടല്ലേ പുള്ളിക്ക് അവാർഡ് കിട്ടിയത്. പക്ഷെ വേറെ കാര്യമുണ്ട്, എല്ലാ കളറും ഉണ്ടായിട്ട് നോക്കിയേ, അതിന്റെ അകത്ത് മഞ്ഞ കളറില്ല. മഞ്ഞ കളർ എവിടെ ഇരിക്കാന്നറിയാമോ? മൊട്ടക്കകത്തിരിക്കുക മഞ്ഞക്കരുമായിട്ട്. ആരും എന്നെ കളിയാക്കിയൊന്നും വേണ്ട. മലയാളികൾ കണി കാണാൻ വേണ്ടിട്ടേ കണിക്കൊന്ന വെക്കുന്നില്ലേ, അതിന്റെ കളർ എന്തുവാ? മഞ്ഞ. ഈ കണിക്കൊന്നയുടെ മുമ്പേ ഇരിക്കുന്ന കൃഷ്ണന്റെ കളർ എന്താ? നീല. ഈ കൃഷ്ണന്റെ മുമ്പ് ഇരിക്കുന്ന പച്ചക്കറിയുടെ കളർ എന്താ? പച്ച. ആ വിളക്ക് കത്തിക്കുന്ന തിരിയുടെ കളർ എന്നാ? വെള്ളം. ഈ തിരി അങ്ങോട്ട് കത്തിക്കഴിയും വരുമ്പോ തീയുടെ കളർ എന്തോ? ചുമപ്പ്. ഈ തിരി കത്തിത്തീരുമ്പോ കരിന്തിരി കത്തുള്ളൂ. അപ്പൊ ഒരു ആരാ? കറുപ്പ്. എന്നാന്ന് പറഞ്ഞാലും വെളുപ്പാണ് ഏറ്റവും നല്ല കളർ. ചുമപ്പാണ് ഏറ്റവും വലുത്. പച്ചയാണ്. വെളുപ്പ്. നീല. ചുമപ്പ്. ഹരഹര തീവ്രം വീക്ഷണം ഹരസവിധീരം സ്ഥാപിതം പ്രതിഫലദാത്രം സൂക്ഷ്മനേത്രം സത്യയുക്തം സർവദാ. നോക്കണ നമ്മുടെ കൂട്ടത്തില്ലാത്ത ആടവി. കാക്കി. ഏത് ജാക്കി? ജാക്കിയല്ല, കാക്കി. നിനക്കെന്താ ഇവിടെ കാര്യം? കൊറേ നേരമായി കറുപ്പ് ചോപ്പ് വെളുപ്പെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലഹള വെക്കുന്നു. എടാ നിങ്ങളെപ്പോലുള്ളവന്മാർ ഇതുപോലെ ലഹള ഉണ്ടാക്കുമ്പോഴാണ് എന്റെ കളറായ കാക്കിയിട്ട ഏമമാര് വന്ന് ഇടപെടുന്നത്. പക്ഷേ കൂടുതൽ വേഷം കിട്ടെടുത്താ എല്ലാത്തിനും പൊക്കിയാൽ അകത്തിടും. അങ്ങനെ പോക്കി അകത്തിട്ടാലേ ഞങ്ങള് പല കളറിലുള്ള കൊടികൾ പല സ്ഥലങ്ങളിൽ പോകും. പിന്നെ സസ്പെൻഷനായി ഡിസ്മിസ് ആയി ഏതുകൊണ്ട് സാറ് തീരുമാനിക്കും. ഒരു തമാശ പറഞ്ഞപ്പോ അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തല്ലേ? നമ്മളൊക്കെ ഒറ്റ കെട്ടല്ലേ? നമ്മൾ നിറങ്ങളില്ലെങ്കിൽ ഭൂമിക്ക് ഒരു ഭംഗിയില്ല. പിന്നെ നമ്മുടെ ഭംഗി നമ്മൾ ആസ്വദിക്കുന്നതിനേക്കാളും കൂടുതൽ മറ്റുള്ളവരല്ലേ ആസ്വദിക്കേണ്ടത്. പിന്നെ മണ്ടന്മാരായിട്ടുള്ള മനുഷ്യന്മാരാ നിറത്തിന്റെയും കൊടിയുടെയും പേര് തമ്മിലടിക്കുന്നത്. നമ്മളെന്നും ഒറ്റ കെട്ടല്ലേ? നമ്മക്കെന്നും ആഘോഷമല്ലേ? അങ്ങനെയാണെങ്കിലേ ഇന്ന് ആഘോഷത്തിന്റെ ദിവസമാണ്. ഹോളി. മാസ്റ്റേഴ്സ്, യെസ്, നിങ്ങൾ രണ്ടുപേരും വളരെയധികം ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്? വളരെയധികം. ഹെൽത്ത് കൊണ്ട് നിങ്ങൾ ഹാപ്പിയാണോ? ആണല്ലോ. അപ്പൊ എനിക്കറിയാം പക്രുചേട്ടൻ നന്നായിട്ട് ഇവിടെ ഒരിക്കൽ ജിമ്മിന്റെ അന്ന് ഡംബിൾസ് ഒക്കെ പൊക്കുന്നു, എറിയുന്നു, അടുത്ത ഡംബിൾസ് എടുക്കുന്നു, എറിയുന്നു, അങ്ങനെയായിരുന്നു. രമേശ് ചേട്ടൻ എങ്ങനെയാണ് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ? എങ്ങനെയാണ്? ഡീറ്റെയിലുള്ള കൺട്രോളാ. ജിമ്മ് വളരെ കുറവാ. ജിമ്മിങ് ഇല്ല. ജിമ്മിങ് കുറവാണ്. കാരണം ഉറക്കം കൃത്യമല്ലെങ്കിൽ ജിം ആവശ്യമില്ലാണ്ട് ചെയ്യാൻ പറ്റൂല. ഉറക്കം കുറവായതുകൊണ്ട് അതിനനുസരിച്ച് ജിം ചെയ്യൂല. പക്ഷെ അതിനനുസരിച്ച് തീറ്റ കൺട്രോൾ ചെയ്യും. ഈ വർക്ക്ഔട്ട്സ് ഒക്കെ കൂടുതലും വീട്ടിലാണോ അതോ ജിമ്മിൽ തന്നെ പോയി പ്രോപ്പർ പോകുമ്പോ ജിമ്മിൽ പോകും. പക്ഷെ ഞാൻ ജിമ്മിൽ പോയാലേ പെട്ടെന്ന് ശരീരത്ത് കാണും. ആണോ? അപ്പൊ ജിമ്മിൽ കുറച്ച് പോയാൽ കഴിയുമ്പോഴേ ജിമ്മിന്ന് പറഞ്ഞു വിട്ട്. അതെ, കാരണം അവിടെ ഉള്ളവർ ഈ പണിയെടുക്കാതെ ചിരിച്ചോണ്ടിരിക്കുക. അവിടെ പോയി കഥ പറച്ചില്ല. അല്ലേ തന്നെ അഹങ്കാരി എന്നുള്ള പേരുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെയും കൂടെ ആയാൽ ഡബിൾ ആവും. പിന്നെ നമ്മൾ തമാശ പറഞ്ഞ ആൾക്കാർ ചിരിക്കാണ്ടാവും. ഇങ്ങനെയൊക്കെ വന്ന് എന്നിട്ട് പണ്ടൊരിക്കൽ ഒരാളൊന്നും പറയാൻ പറ്റത്തില്ല, പെട്ടെന്ന് അടിക്കും. എന്റെ ചെറിയ മെയിന്റനൻസ് ഉള്ളു, കട്ടക്കളി ഇല്ല. ഇല്ല, മസിൽ എല്ലാം ഫിറ്റ് ആയിട്ടിരിക്കാനുള്ള അത്രേ ഉള്ളു. ഫിറ്റ് ആകാൻ ജിമ്മിലും പോവും. പിന്നെ മനസ്സിലായി. ജിമ്മിൽ പോകുന്നുണ്ടോ? നിങ്ങൾ പക്രുചേട്ടന് ഷർട്ട് അടിച്ച് കണ്ടിട്ടുണ്ടോ നിങ്ങള്? പിന്നെ പക്രുചേട്ടൻ വളരെ ബലിഷ്ഠനായ ഒരു മനുഷ്യനാണ്. നല്ല കിണ്ണം കാച്ചിയ ഒരു മനുഷ്യനാണ്. പഴയ പോലെ അല്ലടാ, തുടങ്ങി. ആശാന്റെ ഈ ഷർട്ട് കഴിച്ച് വന്നാണ്ടല്ലോ നല്ല ഇതാ. ഹെൽത്ത് കോൺഷ്യസും ആണ്. ഹെൽത്ത് നമ്മളൊരു ഇച്ചിരി കോൺഷ്യസ് ആവുന്നത് നല്ലതാ. പൊതുവെ നമ്മളൊരു തുള്ളിക്ക് അത് ഒരു കൗമാരത്തിലൊന്നും ഇല്ലല്ലോ, ഒരു സമയമൊക്കെ കഴിയുമ്പോ ചെറുതായിട്ടൊന്ന് ഹെൽത്ത് പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ മൊബിലിറ്റിനെ ഒക്കെ ബാധിച്ചാൽ നമുക്ക് വലിയ പ്രശ്നമാവും. നമുക്ക് ശരീരത്തിൽ ഒരു വായ്പുണ്ണ് വന്നാലുണ്ടല്ലോ ഫോക്കസ് പോവും.
ശരിയാ. ഒരു വായ്പുണ്ണ് വന്നാൽ മതി. നിങ്ങളുടെ ഒരു ബ്രെയിനിന്റെ ഒരു ഫോൾഡർ തുറന്നിട്ട് ആ വായ്പുണ്ണിന് വേണ്ടി ഒരു സ്ഥലം അങ്ങ് പോകും. നമ്മുടെ പിടി വിട്ടു പോകും, ഫോക്കസ് പോയിട്ട്. കൃത്യമായിട്ട് നമ്മള് അത്യാവശ്യം സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഈ ആന്റിബയോട്ടിക് ഒന്നും പഴയ പോലെ ഏക്കിയല്ലോ. പണ്ട് തൊണ്ടവേനൊക്കെ ഒരു അസിത്രാൾ ഒരു 4 എണ്ണമൊക്കെ തിന്നെ മാറൂലേ. വാച്ചിനൊക്കെ എടുത്ത് തിന്നിട്ട് ചുമയൊക്കെ അങ്ങനെ നിൽക്കുക സ്ട്രോങ് ആയിട്ട്. മറ്റത് കുത്തി ഇഞ്ചക്ഷൻ ഇട്ട് കിടന്ന് എത്ര ദിവസം കിടന്നിട്ട് ഈ സാധനം മാറുന്നത്. എല്ലാരും സ്ട്രോങ് ആയി. നമ്മളെ പോലെ തന്നെ കീടാണു ഹെൽത്ത് നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, എല്ലാരും ഇങ്ങനെ കൗതുകത്തോടെ നോക്കിയിരിക്കുന്ന സംഭവം, അത് മമ്മൂക്ക ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ബീങ് എ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് മമ്മൂക്ക, ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽത്ത് ടിപ്സ് അല്ലെങ്കിൽ ഹെൽത്തിന് കുറച്ചുകൂടി ശ്രദ്ധിക്കണം, അങ്ങനെ ഒരു ടോക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ മമ്മൂക്കയിൽ നിന്നും ഇങ്ങനെ കാര്യങ്ങൾ പഠിച്ചാൽ കൊള്ളാം, അങ്ങനത്തെ ഏതെങ്കിലും ഒരു സംഭവം കിട്ടിയിട്ടുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. നമ്മള് ഒരു റൂമിൽ ഏറ്റവും സ്മാർട്ട് പേഴ്സൺ നമ്മളാണെങ്കിൽ നമ്മൾ ആ റൂം വിടണം എന്നുള്ളതാണ് ഞാനൊക്കെ എപ്പോഴും വിചാരിക്കുന്ന ഒരു തത്വം. നമുക്ക് നമ്മളെക്കാൾ പ്രൊഫൈലുള്ള, നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള, നമ്മളെക്കാൾ ലോകപരിചയമുള്ള ഒരാളുമായിട്ട് ഇടപെടാൻ പറ്റുന്നു. അവര് കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അല്ലെങ്കിൽ ഫുഡിൽ തന്നെയാണ്. അത് ഒരു കൊതി തീരെ തൊണ്ടക്കുഴി വരെ തിന്നാതെ വേണ്ടാന്ന് പറയുന്ന ഡിറ്റർമിനേഷൻ. സക്സസ്ഫുൾ പീപ്പിൾ സേസ് നോ ടു ഓൾമോസ്റ്റ് എവരിത്തിങ് എന്നാ ഞാൻ കേട്ടുള്ളൂ. ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് വെച്ചാൽ ആദ്യം വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ആലോചിച്ചിട്ട് കുടിക്കുള്ളൂ. നമ്മൾ മനുഷ്യനെ ഉണ്ടാക്കിയേക്കുന്ന ബ്രെയിൻ വെച്ചിട്ട് അത്യാവശ്യം ഭക്ഷണം കഴിക്കുക, വിശ്രമിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക, അങ്ങനെ എന്തൊക്കെ ബ്രെയിൻ എന്നുള്ളത് ഉള്ള 200 വർഷമായിട്ടാണ് ഇത്രയും കോമ്പറ്റീറ്റീവ് വേൾഡ് വന്നത്. അതിലോട്ട് നിൽക്കാൻ നമ്മൾ കുറച്ച് പ്രിപ്പയർ ചെയ്ത് നിന്നാലേ നടക്കുള്ളൂ. ഞാൻ അദ്ദേഹത്തിന് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ആരുടെയും കയ്യിൽ നിന്ന് എന്ത് കാര്യവും ഉറപ്പായിട്ട് നമ്മൾ സ്വീകരിക്കാവുന്നതാണ്. ഇതിന്റെ ഡയറ്റ് എന്താ നീ പറഞ്ഞു? നീ ഞങ്ങളെ ചൂടിനെടുക്കാതെ. ഇല്ല, എനിക്കൊന്നുമില്ല. ഞാനിങ്ങനെ സിമ്പിൾ ലൈഫ്, രാവിലെ എണീക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഞങ്ങളൊക്കെ അങ്ങനെയല്ല. പകൽ ഉറങ്ങിയിട്ട് രാത്രി ഒരു 9 ആകുമ്പോഴേ എണീക്കുന്നത്. രാവിലെ എണീക്കുന്ന സ്വഭാവം ഒന്ന് ആരെങ്കിലും പറയോ? റോഹിത് നേരെ ഓപ്പോസിറ്റാ. രാത്രി മൊത്തം പിന്നെ ഫുൾ ടൈം ഫോണിലും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ ലേറ്റ് ആയിട്ട്, ഇച്ചിരി ലേറ്റ് ആയിട്ട്. ബിസിനസ് എന്ന് പറയുന്നത് നീ അല്ലാണ്ട് വിശ്വസിക്കുവോ? രാത്രി മുഴുവൻ ഫോണിൽ ഇരുന്നിട്ട് എന്റെ കുടുംബം ഇവിടെ തകരുമെന്നാ തോന്നേ. നീ രാവിലെ എണീക്കുമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ഇപ്പൊ എണീക്കുന്നതിനേക്കാളും ഒരു 1-2 മണിക്കൂർ നേരത്തെ എണീറ്റാൽ തന്നെ ലോകത്ത് ഒരു 60% ആൾക്കാരുടെ മുന്നിലായി കഴിഞ്ഞു നിങ്ങൾ. അതെ, ഞാൻ ചേഞ്ച് ചെയ്യാറുണ്ട്. നിങ്ങൾ നടക്കുന്നത് ഇപ്പൊ നടക്കുന്നതിനേക്കാൾ 20% സ്പീഡ് കൂട്ടിയാൽ തന്നെ നിങ്ങൾ വലിയ വിഭാഗത്തിനേക്കാൾ. ഞാൻ എന്റെ അപ്പന് നന്ദി പറയും. ഇതൊക്കെ എന്റെ അപ്പം കാരണം ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. കൂടുതൽ ഈ അവസരത്തിൽ നടത്തത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമുള്ള ഒരു ചെറിയ പരാമർശം. മനുഷ്യനുണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ ബുക്കുണ്ട്. ആ ബുക്കിന്റെ ഒരു ആദ്യത്തെ വരി എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു വരിയുണ്ട്. അതായത് ഒരു സാധാരണ മനുഷ്യൻ ഒരു ചുവട് വെക്കുമ്പം അതിനൊപ്പം എത്താൻ ഞാൻ 3 ചുവട് വെക്കണം എന്നാണ് ആ ബുക്ക് തുടങ്ങുന്നത്. അതൊരു ചെറിയ വരിയല്ല. ഒരാൾ ഒരു ചുവട് വെക്കുമ്പം പുള്ളി 3 ചുവട് വെക്കണം. പുള്ളി അങ്ങനെ 3 ചുവട് വെച്ചിട്ടാണ് ഈ ഇരിപ്പിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ വെൽത്ത്, നമ്മുടെ ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യുന്നു, എത്ര സീരിയസ് ആയിട്ട് അതിനെ എടുക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണത്തെ ഇവിടെ ഇരുത്തിക്കൊണ്ടാണ് ഞാനും നീയും കൂടി ഇരുന്ന് ജിമ്മിൽ പോകണോ തിന്നണോ എന്നുള്ളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാൻഡപ്പ് കൊമേഡിയനെ ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ? പരിചയം കാണും. പേര് സംഗീത്, പാലക്കാടുകാരൻ. സംഗീത്, നീ എന്നാടാ പറമ്പ് വിളിച്ചിട്ട് വന്നോ? സംഗീത്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. അപ്പൊ ഇന്ന് പൊളിക്കാൻ റെഡിയാണോ? എന്താണ് ടോപ്പിക്? എന്താണ്? ഇന്ന് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. സൂപ്പർ. ഞങ്ങളിപ്പോ അതിനെപ്പറ്റി സംസാരിച്ച് ചർച്ച അങ്ങ് നിർത്തിയതേ ഉള്ളൂ. പൊളിക്ക, ഞാൻ അവിടെ നിന്ന് കാണാം. ഓക്കെ. നമുക്ക് ചെറിയ കുട്ടിയില് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവില്ലേ? എനിക്കുണ്ടായിരുന്ന ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് പരസ്യത്തിലെ ചില പരസ്യവാചകങ്ങളായിരുന്നു. കാരണം നമ്മുടെ മലയാളികളെല്ലാം കുറച്ച് പുലികൾ തന്നെയാണ്. പക്ഷെ ഈ മലയാളികൾ എന്ത് വാങ്ങണം, എന്ത് ഉടുക്കണം എന്നൊക്കെ തീരുമാനിപ്പിക്കുന്നത് ഈ പരസ്യങ്ങളാണ്. നമ്മൾ മലയാളികൾക്ക് ഒരു നേരെങ്കിലും അരി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരു ഉഷാറുണ്ടാവില്ല. ഡിസ്പ്ലേ പോയ മൊബൈൽ ഫോണിന്റെ പോലെയാണ്, ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാവില്ല. ഞാനൊക്കെ ഉണ്ടല്ലോ 4 നേരം അരി ഭക്ഷണം കഴിക്കും, എന്നിട്ട് തടിക്കൂലോ. അപ്പൊ നാട്ടുകാർ ചോദിക്കും എന്തോ തടിച്ചുണ്ടല്ലോ. അപ്പൊ ഞാൻ പറയും ഒന്നുമില്ല, ഞാനൊക്കെ പച്ചവെള്ളം കഴിച്ചാൽ പോലും തടിക്കുന്ന ഒരാളാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നതിൽ ഇത്രേ ഉള്ളൂ. ഇത് നമ്മള് ഹെൽത്തി ആയിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം. ഇപ്പൊ ഞാനൊക്കെ ഒരു ഡയറ്റ് എടുക്കാനായിട്ട് ഡയറ്റ് പ്ലാൻ ചെയ്തിട്ട് വീട്ടിൽ അപ്പം തന്നെ പറയും എനിക്ക് ഇന്ന് മുതൽ അരി ഭക്ഷണം വേണ്ട. ഇത് പറഞ്ഞ് നാക്ക് വായയിലിടുമ്പോഴേക്കും ഏതെങ്കിലും ഒരു ബന്ധു വീട്ടിൽ നിന്ന് ആൾക്കാർ വരും. അപ്പൊ തന്നെ ബസുമതി റൈസിന് ഒരു ബിരിയാണി അങ്ങോട്ട് വെക്കും. എന്ത് ചെയ്യാനാ? നാണല്ലാണ്ട് ഇരുന്ന് തിന്നും. സത്യത്തില് ഞാൻ കണ്ടെടുത്തോളം പരസ്യങ്ങളില്ലാത്ത 2 സാധനങ്ങളാണ് ഉള്ളത്. ഒന്ന് പട്ടാളക്കാരന്റെ കോട്ട, ഒന്ന് റേഷൻ കടയിലെ ആട്ട. ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്നതേ ഈ സിനിമയിലെ ഗുണ്ടകളുണ്ടല്ലോ, അവർക്കൊക്കെ മസിൽ ഉരുട്ടി ഉണ്ടാക്കുന്നത് ജീവൻ ടോൺ കഴിച്ചിട്ടാണെന്നാ. പക്ഷേ ഒരു 2000 കാലഘട്ടം ആയപ്പോ ഋതിക് റോഷൻ കഹോന പ്യാർ ഹേ അതിൽ വന്നു.
അതിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഈ ജീവൻ ടോൺ കഴിച്ചിട്ടല്ല, ജിമ്മിൽ പോയി ഉരുട്ടി ഉണ്ടാക്കിയ സാധനമാണെന്ന്. അപ്പൊ തന്നെ ഞാനൊരു തീരുമാനം എടുത്തു. ഞാനും നാളെ മുതൽ ജിമ്മിൽ പോവും. വ്യായാമം അഥവാ ജിം ഞാനും ചെയ്യും. അങ്ങനെ ഈ സംഭവം ഞാൻ എൻ്റെ വീടിന്റെ അടുത്തുള്ള ജോസേട്ടനോട് ഒന്ന് ഡിസ്കസ് ചെയ്തു. ടർബോ ജോസ് അല്ലേട്ടാ, ഇത് വെറും ജോസ്, ദ ജോസ്. അപ്പൊ ജോസേട്ടൻ എന്നോട് പറഞ്ഞു, നീയൊക്കെ ഒന്ന് മെനയായിട്ട് വരണമെങ്കിൽ ഒരു 10 മുട്ടയുടെ വെള്ളമെങ്കിലും ഡെയിലി കഴിക്കേണ്ടി വരും. സന്തോഷായി. അപ്പൊ തന്നെ ഞാൻ ജോസേട്ടന് ആ സന്തോഷം പകർന്നാൻ അവിടെ ചായക്കടയിൽ നിന്ന് ഒരു പാലൊഴിച്ച കാപ്പി മേടിച്ചു കൊടുത്തു. കാരണം ആനന്ദം കാപ്പിയിൽ ആരംഭിക്കുന്നു എന്നാണല്ലോ. അപ്പോ ഈ സന്തോഷ വാർത്ത ഞാൻ എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു, ഈ മുട്ടയുടെ കാര്യം. അപ്പൊ അമ്മ പറഞ്ഞു, 10 മുട്ടയാ ഒരു ദിവസാ. മുട്ടക്കോസ് മേടിച്ചോ? മുട്ടക്കോസ് മേടിച്ച് തിന്നാൻ ഞാനെന്താ ടർക്കി കോഴിയാ? ഈ സമയത്താണ് മുത്തശ്ശിയുടെ വൈറ്റ് കാൾ എൻട്രി. മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു, മോനെ കാശില്ലെങ്കിൽ നീ ഇതിനൊക്കെ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു, മുത്തശ്ശി എന്തറിഞ്ഞിട്ടാ? എനിക്ക് ഫിറ്റ് ആവണ്ടേ? അപ്പൊ മുത്തശ്ശി പറഞ്ഞു, മോനെ ഫിറ്റ് ആവണമെങ്കിൽ വേറെ വഴിയുണ്ട്. ഈ ടിവിയിലൊരു പരസ്യം കാണാം, ഈ അണ്ടർവെയർ ധരിച്ചാ ഫിറ്റ് ആകും. മുത്തശ്ശി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ സീരിയലിന്റെ ഇടയിൽ ഒരു പരസ്യം വരും, കിലാഡിയോ കാ കിലാടി. പുള്ളി വന്നിട്ട് അണ്ടർവെയർ ഇട്ടിട്ട് പറയും, ഫിറ്റാണ് ബോസ്. അപ്പോ ജിമ്മിൽ പോവാനുള്ള തീരുമാനം എടുത്തപ്പോ എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് പോയ പരിപാടി നടക്കില്ല. അപ്പൊ ഏതെങ്കിലും ഒരുത്തനെ കൂടി കൂട്ടാം. അങ്ങനെ ഞാൻ ഒരുത്തനെ തപ്പിയിട്ട് എൻ്റെ വീടിന്റെ അടുത്ത് ആ ചായക്കട ഉണ്ടല്ലോ, അവിടെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഒരുത്തൻ ഡെയിലി വാക്കിങ്ങിനായിട്ട് നടന്നു വരും. ഇവൻ നടന്നു വരും മാത്രമല്ല, ആ ചായക്കടയിലത്തെ എണ്ണ പലഹാരങ്ങൾ മുഴുവൻ അടിച്ചു കയറ്റും. അപ്പൊ ഇത് ഡെയിലി കാണുമ്പോൾ ഞാൻ ഇവനെ സ്നേഹത്തിന്റെ ഭാഷയിൽ കോളർ പിടിച്ച് പറഞ്ഞു, മോനെ നീ ഡെയിലി നടന്നു വരുന്നതൊക്കെ ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷെ നീ എണ്ണ പലഹാരങ്ങളൊന്നും കഴിച്ചാ നിന്റെ തടി കുറയടാ. അപ്പൊ അവൻ പറഞ്ഞു, താനൊന്ന് പോടൂ, ഞാൻ ഡെയിലി നടന്നു വരുന്ന തന്നെ ഇത് കഴിക്കാനാണെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി, പണ്ടേതോ ചോക്ലേറ്റ് പരസ്യത്തിൽ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ ഒന്നും ചെയ്യാതെ നിൽക്കുന്നതാണ് നല്ലത്. ഡു നത്തിങ്. നമ്മുടെ ഉള്ളിലെ ചില പ്ലാനുകൾ ഉണ്ടല്ലോ, നമ്മൾ പുറത്ത് പറയാൻ പാടില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 മടക്കി പെട്ടിയിൽ വെക്കേണ്ടി വരും. ഷുവറാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരുത്തനെ തപ്പി എടുക്കണമെന്ന്. അങ്ങനെ എനിക്ക് ജിമ്മിൽ പോവാൻ ഒരുത്തനെ കിട്ടി. അപ്പൊ ഞാൻ ഇവനോട് ജിമ്മിൽ പോണ്ട കാര്യം പറഞ്ഞപ്പോ ഇവൻ എന്നെ പറഞ്ഞു, ഓടാ നിനക്ക് പ്രാന്താണ് ജിമ്മിലേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ചാടി പോണ മൊയിലിനെ 8 വർഷമുള്ള ആയുസ്. എന്നാൽ ഒരു പണി ചെയ്യാണ്ട് മൂലക്ക് ഇരിക്കണ ആമയ്ക്ക് 150 വർഷമാണ് ആയുസ്. ഇവന്റെ ഈ ആമക്കഥ കേട്ടപ്പോ എന്റെ ജിം പ്ലാൻ ആമയെ പോലെ ഒന്ന് പുറകോട്ട് വലിഞ്ഞു. പക്ഷെ അവിടെ വെച്ച് ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ജിമ്മിൽ പോയില്ല എന്ന്. അങ്ങനെ കുറെ വർഷങ്ങൾക്കപ്പുറം ഇതേ പ്ലാനുമായി ഇവൻ എന്റെ അടുത്ത് വന്നു, വാടാ ജിമ്മിൽ പോടാ. ശരി, ഇവൻ കുറെ കാലമായിട്ട് പറഞ്ഞല്ലേ, പോയേക്കാം എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ജിമ്മിൽ പോയിട്ട് 1 മാസത്തേക്ക് എത്ര രൂപ ഫീസ് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, 1 മാസത്തേക്കാ? 1 മാസത്തെ കളി ഇവിടെ ഇല്ല. 1 വർഷത്തേക്ക് 12,000 റുപ്യ. ശരി, 12,000 രൂപ കൊടുക്കുന്നതല്ലേ, AC എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ വെറുതെ ഒന്ന് അന്വേഷിച്ചു. AC കടന്നു പോടാ എന്നൊരു ഭാവമായിരുന്നു അയാളുടെ മുഖത്തുനിന്ന് എനിക്ക് കിട്ടിയത്. അവിടെ 4 മൂലയ്ക്ക് 4 ഫാൻ ഉണ്ട് കേട്ടോ. ഈ ഫാനിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഹോ, ഗുരുവായൂർ അമ്പലത്തില് ശയനപ്രദക്ഷിണം നടത്തുന്നവര് ഇതിന് വേഗത്തിൽ ചുറ്റും. അങ്ങനത്തെ 4 ഫാൻ. അങ്ങനെ ഒരാഴ്ച ഓടി. ഒരാഴ്ച കഴിഞ്ഞപ്പോ പുള്ളി വന്നിട്ട് പറഞ്ഞു, ഡയറ്റ് എടുക്കണം. ഒരാഴ്ചയായിട്ട് ആ ജിമ്മിലെ വെയിറ്റ് പോലെ എനിക്ക് എടുക്കാൻ പറ്റില്ല, പിന്നെ ഡയറ്റ്. അലീന, ഡയറ്റിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. ഈ ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് ആയുസ് നീട്ടി കിട്ടാൻ വേണ്ടിട്ട് ജീവിതകാലം മുഴുവൻ അരവയറ് പട്ടിണി കിടക്കണം. എന്റെ പട്ടി കിടക്കും. അന്ന് ജിമ്മിൽ നിന്ന് ഇറങ്ങിയതാണ്, പിന്നെ ഇതുവരെ പോയിട്ടില്ല. എന്താ പ്രശ്നം ചെറിയോ, ഈ ജിമ്മ് വീടിന്റെ അടുത്തായതുകൊണ്ട് ഈ ട്രെയിനർ കാണാണ്ടിരിക്കാൻ ഇപ്പൊ 2 കിലോമീറ്റർ ചുറ്റി പാടം വളഞ്ഞാണ് വീട്ടിൽ പോണത്. അങ്ങനെ ഒരു ഗുണമുണ്ടായി. അന്ന് ഞാൻ അവിടെ വെച്ച് വീണ്ടും ഒരു ശബ്ദം എടുത്തു. പണ്ടത്തെ പെയിന്റ് പരസ്യത്തിൽ പറയുന്ന പോലെ, ജിമ്മേ വിട, ഡയറ്റ് വിട, എന്നേക്കും വിട. എന്നെ പോലെ ഇച്ചിരി മടിയുള്ളവർക്ക് കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ ഡയറ്റ്.
അല്ലേ ബക്രി ചേട്ടാ? അല്ല, ഞാൻ സംഗീതനെ ആദ്യമായിട്ട് കണ്ടപ്പോഴേ, ഇവിടെ വന്ന് നിന്നപ്പോഴേ, ഞാൻ സംഗീതനോട് ചോദിക്കുക, ജിംനേഷ്യം ഉണ്ടോന്ന് സ്വന്തമായിട്ട്. അപ്പൊ ഞാൻ ഇത് കേട്ട് ഫുള്ള് കണ്ടപ്പോഴാണ് ഞാൻ എന്തൊരു അബദ്ധമാണ് ഞാൻ ചോദിച്ചത്. അന്നേരം നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും ഞാൻ ആലോചിക്കുമായിരുന്നു. എന്നോടോ എന്നുള്ള രീതിയിൽ അല്ലേ? അപ്പൊ എനിക്ക് പൈസ കൊടുത്തായിരുന്നോ ശരിക്കും? ഇങ്ങനെ പോയിട്ടുണ്ടാണോ? ജീവിതത്തിൽ നടന്ന കാര്യം, അതുകൊണ്ടാണ് ആ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോഴും പോകാൻ പറ്റിയിട്ടില്ല. ചേട്ടാ വലിയ മാനസിക തീരുമാനമാണ് ജിമ്മി പോക്ക് എന്ന് പറയുന്നത്. അത്ര എളുപ്പമല്ല. ഒരു 5-6 മാസം കഴിഞ്ഞാൽ പിന്നെ ട്രാക്കിൽ വീഴും. ബോയിലെ കുറ്റബോധമൊക്കെ വരും. നല്ല വിഷയമായിരുന്നു, നന്നായിട്ട് അവതരിപ്പിച്ചു, നല്ല രസമുണ്ടായിരുന്നു. മുട്ട തീറ്റ നടക്കുന്നുണ്ടോ? അത് നടക്കുന്നുണ്ട്. മുട്ടയുടെ ഉണ്ണി പെട്ടെന്ന് ഫീൽഡ് ഔട്ട്. ഇപ്പൊ ആരും തിന്നുന്നതാണ്, ചെറുപ്പക്കാർ പോലും തിന്നുന്നില്ല. എന്തായാലും പറഞ്ഞു പേടിപ്പിച്ചിരിക്കുക. ഉണ്ണി തിന്നുന്ന കുഴപ്പമൊന്നുമില്ല. ഫാറ്റ് കയറുന്നു പറഞ്ഞിട്ടാ ചുമ്മാതാ. കഴിക്കാം. എനിക്കാണെങ്കിൽ ഉണ്ണിയിൽ ഇച്ചിരി കറിയും കൂടെ ഒഴിച്ച് കൂട്ടി കഴിക്കുന്ന ഏറ്റവും ഇഷ്ടം. പക്ഷെ ഉണ്ണിയില്ലേ, ഉണ്ണി ഇങ്ങനെ എടുക്കുക, എന്നിട്ട് അതിൽ ഇച്ചിരി കറി, ഇപ്പൊ മുട്ടക്കറി കഴിക്കണെങ്കിൽ മുട്ടക്കറി അതിന്റെ മേളിലേക്ക് വെച്ചിട്ട് ഒന്ന് കുഴച്ച് കഴിക്കണം. നല്ല ടേസ്റ്റാ. എനിക്ക് ഞാൻ പോവാ, ബ്രേക്ക് പറ. ഉണ്ണി മാറ്റി വെച്ചിട്ട് നല്ല ബീഫും മീനും ഒക്കെ ഉച്ചയ്ക്കൊക്കെ നമ്മൾ ലൊക്കേഷനിലൊക്കെ പലരും കാണും. ഈ ഉണ്ണി മാറ്റി വെച്ചിട്ട് ഒരു പാത്രം ബീഫും 2 മീനും കുറച്ച് ചിക്കനും തിന്നുന്നത്. ഉണ്ണിക്ക് കുറച്ചുകൂടെ അവസരങ്ങൾ. ഉണ്ണീനെ അങ്ങനെ വിലക്കാൻ പാടില്ല. അതാണ് എന്റെ ഒരു അപേക്ഷ. നല്ല ഉണ്ണിയാണ്. അതിനുവേണ്ടി നമ്മൾ പൊന്നമ്മ ചേച്ചിനെ വിളിച്ചിട്ട് ഉണ്ണി സംഗീതം നല്ല രസമുണ്ടായിരുന്നു. സംഗീതത്തിന്റെ അവതരണം, ആ ജിമ്മി പോക്കും അതിന്റെ ഒരു വഴികളും വേണ്ടെന്ന് വെച്ചതും പോയതും കഥകളൊക്കെ വളരെ രസമായി, നന്നായിട്ട് ചെയ്തു. വീട്ടില് ആരൊക്കെയാണ്? വീട്ടിലെ അച്ഛനമ്മ. വേറെ എന്താ ജോലി, എന്താ ചെയ്യണേ? ഷെഫാണോ? ഈ ഷെഫിന് മുന്നിലാണ് നമ്മൾ ഈ ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു ചോദ്യം ഇവിടെ, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നമുക്ക് കഴിക്കാൻ ഒരു വിമുഖത ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സ്മെല്ല് കാരണമാണ് നമുക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് ഒരു അഭിപ്രായം ഒരൊറ്റ വരിയില് ഒരു അഭിപ്രായമാണ്. അതൊരു ഒറ്റ വരി തീർന്നാണ്. ഞാനും ഒരു പാട്ടുകാരനും ഒരു കീബോർഡിസ്റ്റും ഒക്കെ കൂടെ തൃപ്പൂണിത്തുറയിൽ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. സ്ഥിരം ഹോട്ടലാണ്, വല്ലപ്പോഴേ ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. തൊട്ടപ്പുറത്ത് ക്യാൻറ്റീൻ നടത്തുന്ന ഒരു ജോസേട്ടനുണ്ട്. ജോസേട്ടന്റെ ഭാര്യയൊക്കെ ഉണ്ട്, കുടുംബമൊക്കെ ഉണ്ട്. ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജോസേട്ടന്റെ വീട്ടിൽ നിന്ന് ചില കറി ഞങ്ങൾക്ക് കൊണ്ടുതരും. ഞങ്ങൾ 4 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ ഇച്ചിരി കറി ബാക്കി വന്നാലോ അല്ലാതെയൊക്കെ സ്നേഹപൂർവ്വം ഇവര് കൊണ്ടുതരും. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങളൊക്കെ കൂടെ ഒരു മീൻകറി വെച്ചപ്പം നമ്മൾ അവിടെയും കൊടുക്കണ്ടേ എന്ന് തോന്നിയിട്ട് ഒരു പാത്രത്തിൽ മീൻകറി കൊണ്ടുപോയി എന്റെ സുഹൃത്ത് അവിടെ കൊടുത്ത് ഏറെയത്ത് നിന്നു. അപ്പൊ അമ്മാമ്മ ഇത് കഴിച്ചു നോക്കണം, ഞങ്ങൾ വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. അമ്മാമ്മ ഇത് മേടിച്ചു, തൊട്ടു, നക്കി, പാത്രം അടച്ചു. എന്റെ മുഖത്തോട്ട് നോക്കിയിട്ട്, എന്ത് ജീവിതമാ മക്കളെ നിങ്ങളുടെയൊക്കെ. ഡയലോഗേ ഉള്ളൂ, പക്ഷെ അതിന് ഭയങ്കര ആഴം. നല്ലവനായി ഉണ്ണി, നമുക്ക് ആ ഉണ്ണിക്ക് സമ്മാനം കൊടുത്താലോ? കൊടുത്തിട്ട് സംഗീതത്തിന് ലണ്ടൻ ക്ലാസിക് നൽകുന്ന അടിപൊളി സമ്മാനമാണ് ലഭിച്ചിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് പരിചയപ്പെട്ടതില്. നമുക്ക് എന്തെങ്കിലും ഉടൻ തന്നെ കുക്ക് ചെയ്ത് തരാം. കാരണം ഷെഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി വിടുന്നത് മോശമാണ്. പച്ചപ്പനന്ദത്തെ എന്റെ തലേന്ന് പറന്നുപോയ 2 കിളികളാ വന്നിരിക്കുന്നത്. കിളികളല്ല, ഞങ്ങള് തത്തകളാ. തത്ത കിളിപ്പെട്ടതാണല്ലോ, അല്ലെ കിളിപ്പാട്ട് രാമായണം എന്ന് പറയുന്നത് തന്നെ. തത്തയെ കിളിയായിട്ട് കണക്കാക്കുന്നുണ്ടല്ലോ, കിളിയും കൂടെ പെട്ടതാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പറന്ന് വന്ന് 2 പറഞ്ഞിട്ട് പറന്ന് പോവാൻ വേണ്ടി തന്നെ പറന്ന് വന്നത്. അങ്ങനെ വന്നതാ. ആണ് വർത്താനം പറയുന്നത് തത്ത അല്ലേ? അയ്യോ, ഞങ്ങൾ തേനും മൈമ്പൊക്കെ ഒരുപാട് കഴിക്കുന്ന നാഗനൊക്കെ നല്ല നല്ല മണിമണി പോലെ സംസാരിക്കും. പനയോല തിന്നാ പെട്ടെന്ന് വർത്താനം പറയുന്ന പറയും താത്ത. തേന് മുഴുവൻ വാരി തിന്നവർക്ക് ഇപ്പൊ ഷുഗർ പിടിച്ച് കിടക്കുന്നു. ഞങ്ങള് സാറിനെ കാണാൻ വേണ്ടി വന്നതാ. എന്നെ കാണാനോ? പഞ്ചവർണ്ണ തത്ത എന്ന് പറഞ്ഞ സിനിമ ചെയ്തല്ലോ. ചെയ്തു. ആ സിനിമയ്ക്കകത്ത് ഞങ്ങളെ നാടൻ തത്തകൾക്ക് ആർക്കേലും ഒരു അവസരം താങ്കൾ തന്നില്ല. അത് സങ്കടമാണ്. ഒരു പാസിംഗ് സീന് പോലും തന്നില്ല. ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഈ നാട്ടിലെ തത്ത നിയമപ്രകാരം നമ്മൾ വീട്ടിൽ വളർത്താൻ പോലും പാടില്ല. ഇപ്പം അത് വന്യജീവി വകുപ്പിൽ പെട്ടുപോയി. നിങ്ങൾ അതിനകത്ത് എടുത്തു, നിങ്ങളെ പോലീസിൽ എടുത്തു എന്ന് പറയുന്നതല്ലേ. അപ്പൊ ഉപയോഗിക്കാൻ പാടില്ല. എന്നാലും കൂട്ടിനകത്തിരുന്ന് ഗോതമ്പ് പറിക്കുന്ന ഒരു സീനെങ്കിലും തരാം. ചെയ്യാൻ പറ്റത്തില്ല. ജയറാമേട്ടന്റെ മുട്ടത്തലയിൽ ഇരുന്നാലും മതിയായിരുന്നു. അതാണ് ഈ പഞ്ചവർണ്ണ തത്ത മറ്റേ ഇതാ വിദേശ പക്ഷിയാ. വിദേശത്തുള്ള ഒരു സാധനത്തിൽ ഇന്ത്യയിലുള്ള ഒരു നിയമം ബാധകമല്ല.
നിങ്ങളുടെ നിയമം ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് ഈ മലന്തത്ത ഇതൊന്ന് മാറ്റാൻ പറ്റുമെന്നുള്ളൂ നോക്കൂ താത്തയുടെ കാര്യത്തിൽ. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. അല്ലെങ്കിലും അങ്ങനെയല്ല, നമ്മുടെ ഇവിടെ ഉള്ള സിനിമകളിലാണെങ്കിലും സീരിയലുകളാണെങ്കിലും മെയിൻ നടിമാരെ അങ്ങ് അമേരിക്കയെന്നും സ്വിറ്റ്സർലാൻഡിലെന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അല്ലേ കൊണ്ടുവരുള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരും, ആന്ധ്രയിൽ നിന്നൊക്കെ അരി ഇറക്കുന്ന പോലെ. ഒരു കാലഘട്ടം മുഴുവൻ സിനിമ നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ, എന്തോരം പാട്ട് സീനിലൊക്കെ തത്താണ് പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണെന്ന് പറഞ്ഞു മഞ്ജു വാര്യർ നടക്കുന്ന കല്യാണി കളവാണി എന്നുള്ള പാട്ടിലെ ലളിത ചേച്ചി തത്തയായിട്ടിരിക്കുന്നു. ഞങ്ങൾ ജനിച്ചിട്ടില്ലല്ലോ. നിങ്ങളുടെ മുത്തച്ഛനും നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട അതുപോലെ തന്നെ എത്രയോ സിനിമകളിൽ പക്ഷിശാസ്ത്രം. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾക്ക് അവസരം തരാത്തത് മോശമായി പോയി. അതെ. പിന്നെ ഒരു സങ്കടമെന്ന് ഞങ്ങൾക്ക് ഒരു സന്തോഷം എന്താന്ന് വെച്ചാല് അതിനകത്ത് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഞങ്ങളുടെ സിനിമയായിരുന്നു. ഒരു മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ജീവികളുള്ള സിനിമ അത് തന്നെ നമ്മളെ 2020 സിനിമ. 2020 നിങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തുന്നത് ഇനി നമ്മൾ ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുത്താം. അതുകൊണ്ട് നന്ദിയുണ്ട്. ഈ തത്തയ്ക്ക് ഒരു അല്പം ക്ഷീണമാണല്ലോ, എന്നാ പറ്റി? ഞാനിപ്പോ പനയോല കഴിക്കുന്നില്ല, അതാ. അതോ ലൈംഗംബീർ ഇരുന്നപ്പോ ഷോക്ക് അടിച്ചോ? ആ ചിറകൊക്കെ ഇങ്ങനെയായി. ചിറക് തന്നെ മടങ്ങിപ്പോയി. ഒരു തത്ത നല്ല വിരിഞ്ഞിരിക്കുന്നു, കൊളക്കോടി നിൽക്കുന്ന പോലെ. ഒരു തത്തക്ക് അങ്ങ് മടുപ്പാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ അവക്ക് ഷുഗർ പിടിച്ച് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ മെലിഞ്ഞ് മെലിഞ്ഞ്. ഒരുപാട് കാറ്റടി കൊള്ളാൻ പറ്റത്തില്ല, അന്നേരം ചുരുങ്ങും. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ രമേശ് ചേട്ടാ, ഈ നിയമമൊക്കെ അങ്ങ് മാറുവാണെങ്കിലേ പഞ്ചവർണ്ണ തത്തയുടെ 2ാമത്തെ പാർട്ട് എടുക്കുമ്പോഴേ ഞങ്ങൾക്ക് ഒരു വേഷം തരുമോ? ഉറപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെയൊക്കെ. ഞാൻ മരത്തിൽ അവിടെ ഇവിടെ കാണണമെങ്കിൽ ഇതിന് നിയമപ്രകാരം ഈ പച്ചത്തത്തേനെ ഇപ്പൊ നമ്മളിവിടെ വളർത്താൻ പറ്റിയില്ല, അതാ പ്രശ്നം. അല്ലെ ഞാൻ പൊളിച്ചേനത്. നിങ്ങളുടെ ഡയറ്റ് എന്തൊക്കെ? ഈ തത്ത എന്തൊക്കെയാ ഡെയിലി തിന്നുന്നത്? കുറെ നേരം പനയോലയും തേനുമായിട്ട് നിൽക്കും. ഞാൻ ഗോതമ്പ് തിന്നും. ഗോതമ്പ്, പട്ടാണി, പയറുവർഗ്ഗങ്ങള്. അപ്പൊ യൂറിക് ആസിഡിന്റെ പ്രശ്നമൊന്നുമില്ല. അകലമുണ്ട്, അത് ചെയ്യുന്നില്ല, അങ്ങ് പോവാണ്. അപ്പൊ നമുക്ക് അവസരം തരാതെ പറഞ്ഞോ? മഞ്ഞവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തകരണു പൊന്നെ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണ്, കൊഞ്ചി വന്ന പെണ്ണ്, പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണ്, പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തകരണു പൊന്നെ. സന്തോഷമായി. ശരിക്കും ഒറിജിനൽ തത്തയ്ക്ക് നല്ല തലച്ചോറുണ്ട്. ഷുഗർ വന്ന തത്തയ്ക്ക് ഇതുപോലെ ആശ കൊടുക്കരുത് കേട്ടോ. അല്ല തത്ത, പക്ഷെ ആ തത്ത ഒരൊറ്റ റൗണ്ട് അടിച്ചിട്ട് കിതക്കുന്നതാണ്. രമേശ് ചേട്ടാ എനിക്ക് ടെൻഷനായിരുന്നു, കൊടുക്കാന്ന് പറഞ്ഞ അപ്പൊ എങ്ങാനും കറണ്ടടിച്ച് വീഴുമെന്ന്. ഈ തത്ത ഒരു 30-35 കൊല്ലായി ഇങ്ങനെ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. 35 കൊല്ലായി. ഒരു കൊമ്പിലും ഇരുത്തുന്നില്ല. നടക്കുക. രമേശ് ചേട്ടന്റെ കിളിക്ക് സുഖം തന്നെയാണ് ചോദിക്കാം. വീട്ടിരിക്കുന്ന കിളിക്ക് സുഖം തന്നെ. കിളിയുണ്ടോ? ഓ കിളിയല്ലേ കല്യാണം കഴിച്ചേക്കണത്. ഭാര്യ കിളിയെന്ന് വിളിക്കുന്ന വീട്ടില്. അങ്ങനെ ഞാനേ ഒരു കാര്യം പറയാം, വർത്താനം പറയുന്ന തത്തേന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും വർത്താനം പറയുന്ന തത്തകളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞങ്ങള് കാട്ടിലോട്ട് കയറണം. അയ്യോ, സംസാരിച്ച ഞങ്ങളുടെ ഇടപാട് വരും. കാട്ടിൽ കയറിയ ഞങ്ങളുടെ കുടുംബത്തിൽ കളിച്ച ശരിയല്ല, ഞങ്ങള് മിമിക്രി ആർട്ടിസ്റ്റ്. അതെ, നമ്മളെ കുടുംബത്തിൽ നടന്ന വലിയൊരു ദുരന്തത്തിനെ എടുത്ത് നിങ്ങള് അതിനെ മിമിക്രിക്കാരെല്ലാം കൂടെ സ്റ്റേജുകളിൽ ഗെയിം ഷോ ആക്കി അതിനെ വിറ്റ് കാശുണ്ടാക്കും. മണി പോലെ കാശുണ്ടാക്കുന്ന ഞങ്ങള് ഇത്ര അങ്ങ് തരം താഴ്ത്തരായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പറയാം. ഏത് ഐറ്റം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പത്തനാപുരത്ത് 10 പച്ചത്തത്ത ഒത്തയത്ത് കുത്തിയിരുന്നെന്ന്. എങ്ങനെയിരുന്നടി? കുത്തിയിരുന്നെന്ന് ഈ കാണിക്കുന്ന പറയാ, അത് മനുഷ്യനെ കൊണ്ട് അങ്ങ് പറയിപ്പിക്കുക, ഇരുത്തിക്കൊണ്ട് എന്നിട്ട് ചിരിക്കുക. തുടങ്ങുമല്ലേ? അത് മോശമല്ല. ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അല്ലേ? അയ്യോ, ഒരു ദുരന്തം ഉണ്ടായെന്ന്. ദുരന്തം അത് ഈ ഗെയിം ഷോക്കാരെടുത്താണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ഇളക്കി കളഞ്ഞു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആ ദുരന്തത്തിന്റെ ഒരു ദിവസമാ. ഇതിന്റെ എന്തോ പ്രതികാരം തന്നെയാണ് ഈ ആനകളും ഇടയ്ക്കിടയ്ക്ക്. ആന അലറിലോട് അലറി, അതും ഇതിന്റെ കൂട്ടത്തിൽ വിൽക്കുന്നുണ്ട് ഗെയിം ഷോക്കാർ. പുറകെ വരുന്നുണ്ട്. ഇത് കഴിയുമ്പോ വരുന്നുണ്ട് ഒരു എപ്പിസോഡ് അങ്ങനെ ആന. അത് മാത്രമല്ല, നിങ്ങൾ എല്ലാരും പറയും ബോഡി ഷെയ്മിങ് പാടില്ല, ബോഡി ഷെയ്മിങ് പാടില്ലെന്ന് നിങ്ങൾ പറയും. നമ്മൾ മിണ്ടാപ്രാണികളാണ്, നമ്മൾ എതിർക്കുവോ? അതുകൊണ്ട് നിങ്ങൾ നമ്മളെ ഇപ്പൊ ബോഡി ഷെയ്മിങ്ങിലാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇടയിൽ ഒരു പാട്ടിറങ്ങില്ലേ, കരി പിടിച്ച തത്തമ്മ. കറുത്ത തത്തമ്മ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ചെറിയന്റെ പുറകിൽ ഒരു അല്പം കരി പിടിച്ചിട്ടുണ്ടോ നോക്കി. അയ്യോ, അത് അങ്ങനത്തതല്ലെന്ന്. ഇത് നമ്മൾ ആണും പെണ്ണും വ്യത്യാസം എന്ന് പറഞ്ഞാണ്. പിന്നെ ഇങ്ങനെ കളർ എത്ര ഉള്ളല്ലേ? എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
നമ്മളെ മോശമാക്കാൻ വേണ്ടിട്ടല്ലേ അങ്ങനെയൊക്കെ ശരിയാ. പാട്ടുകൾ എഴുതി വിടുന്നത്. അതെ ഇതുവരെ ചോദിക്കാം. തത്തകളോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തു തരാൻ പറ്റിയത് പറ്റി. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾ ഇവിടെ നിന്നാ ഷുഗർ കുറഞ്ഞ് തത്ത തലയിറങ്ങി വീഴും. പിന്നെ ഞങ്ങൾക്ക് അവസരം തരണം, അവസരം. അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. ഇത് ഉറപ്പായിട്ടും നമുക്ക് തരും. മറ്റേ ചരമദിനമാണ്, നമുക്ക് അവിടെ പോയിട്ട് മെഴുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കണം. അതിന് വേണ്ടി പോവാൻ ഇറങ്ങിയപ്പോഴാണ് വന്നത്. ബലിയ കീടാനുണ്ട്, ബലിയ കീടാൻ. അവസരം ബലി ഇടണം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം മറക്കല്ലേ രമേശ് ചേട്ടാ? ഉണ്ട്. ഒരു വേഷം ആ തരും, നമുക്ക് തരുമല്ലോ. ഉറപ്പായിട്ടും തരും. തത്തമ്മേ പൂജ പൂജ ചേട്ടാ പുന്നാര